നമ്മളിൽ ഒരുപാട് പേർക്കുള്ള ഇൻസെക്യൂരിറ്റീസ് ആണ്, അല്ലെങ്കിൽ നമ്മളുടെ ഒരുപാട് പേരെ ബാധിക്കുന്ന ഒരു കോൺഫിഡൻസ് പ്രശ്നമാണ് നമ്മളുടെ അണ്ടർ ആമിൻ്റെ ഡിസ്കളറേഷൻ, അല്ലെങ്കിൽ അണ്ടർ ആം ബോഡി ഓർഡർ, അതുപോലെ തന്നെ പ്രൈവറ്റ് ഏരിയയുടെ ഡിസ്കളറേഷൻ, ഇന്നർ തൈസിൻ്റെ ഡിസ്കളറേഷൻ, അവിടുത്തെ സ്കിന്നിൻ്റെ ഒക്കെ കട്ടി കൂടി വരിക, ആൻഡ് ഓൾസോ ബോഡി ഓർഡർ. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു വീണാസ് ഇന്നർ. ഞാൻ വീണ. പ്രൊഫഷൻ വൈസ് ഞാനൊരു സർട്ടിഫൈഡ് ഇമേജ് കൺസൾട്ടൻറ്റ് ആൻഡ് പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ആണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഇമേജ് മേക്ക് ഓവേഴ്സിനോ അല്ലെങ്കിൽ സ്റ്റൈലിംഗ് സർവീസസിനോ വേണ്ടിയിട്ട് എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ മടിക്കേണ്ട. ഞാൻ എൻ്റെ ഇൻസ്റ്റാ ഐ ഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എനിക്ക് ആക്ച്വലി ചാനൽ തുടങ്ങിയപ്പോൾ ആദ്യം മുതൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ പറഞ്ഞ പോലെ അണ്ടർ ആം ഡാർക്ക്നെസ് എങ്ങനെ റിമൂവ് ചെയ്യണം എന്നുള്ളതും, അല്ലെങ്കിൽ അണ്ടർ ആം ഷേവിങ് റൂട്ടീൻ കറക്റ്റായിട്ട് എങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യണം എന്നുള്ളതും ഒക്കെ. നമ്മൾ നോർമലി കുട്ടികളായിട്ട് ജനിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലെ എല്ലാ പാർട്സിലും ഒരുപോലെ ഈക്വൽ കളറായിരിക്കും ഉണ്ടാവുക. അത് പിന്നീട് നമ്മുടെ ഈ പറഞ്ഞ പോലെ ഫ്രിക്ഷൻ കാരണവും, അല്ലെങ്കിൽ നമ്മൾ ബോഡി ഡ്രസ്സൊക്കെ ഇടുന്ന സമയത്തുള്ള ചെറിയ ചെറിയ ഫ്രിക്ഷനും റബ്ബിങ്ങും ഒക്കെ കാരണം അവിടെയൊക്കെ ഡിസ്കളറേഷൻ വരാം. അത് ഈ പറഞ്ഞ പോലെ ഫോൾഡുകളിലാണ്, അതായത് നമ്മൾ എവിടെയൊക്കെ ബോഡിയിൽ ഫോൾഡുകളുണ്ടോ ആ ഫോൾഡുകളിലൊക്കെ ഡിസ്കളറേഷൻ വരാം. സ്കിൻ ടൈറ്റനിങ് ആവും, സ്കിൻ തിക്കനിങ് സംഭവിക്കാം. പക്ഷെ അതൊരു നോർമൽ കാര്യമാണ്, അത് വളരെ നോർമൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ നമ്മൾ എപ്പം മുതൽ അത് ശ്രദ്ധിച്ചു തുടങ്ങണം എന്ന് വെച്ചാൽ, ഇപ്പോൾ സാധാരണ ബോഡിയിൽ നിന്ന് ഭയങ്കരമായിട്ട് അതിനൊരു ഒരു 2-3 ഷെയ്ഡാണെങ്കിൽ കുഴപ്പമില്ല, അതിനേക്കാൾ കൂടുതൽ അത് ഡാർക്കനായി വരികയാണെങ്കിൽ അതാണ് നമ്മൾ എപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു കാര്യം. അണ്ടർ ആമിനെ പറ്റി പറയുകയാണെങ്കിൽ, അണ്ടർ ആമിൽ നിങ്ങൾക്ക് എന്താ പറയുക, വീക്ക്ലി വൺസ് എങ്കിലും അത് എക്സ്ഫോളിയേറ്റ് ചെയ്യണം. അതായത് നമ്മളുടെ പല കാരണങ്ങൾ കൊണ്ട് അതിന് കളർ ഡിസ്കളറേഷൻ വരാം. അതായത് ഹോർമോണൽ ഇഷ്യൂസ് കൊണ്ടാവാം, ടൈറ്റ് ക്ലോത്ത്സ് ഇടുന്നത് കൊണ്ടാവാം, പെർഫ്യൂംസ് കൊണ്ട് ഡയറക്റ്റായിട്ട് അവിടെ അപ്ലൈ ചെയ്യുന്നത് കൊണ്ടാവാം, അതായത് ആൽക്കഹോളിൻ്റെ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ അതിൽ പ്രശ്നം ഉണ്ടാവാം. അങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഷേവിങ് റൂട്ടീൻ കൊണ്ടാവാം. അതായത് നമ്മൾ ഇപ്പോൾ റിവേഴ്സ് ഓർഡറിലാണ് ഷേവ് ചെയ്യുന്നതെങ്കിൽ, അതായത് റിവേഴ്സ് ഷേവിങ് ആണെങ്കിൽ നമ്മുടെ ബോഡിയുടെ ഹെയർ ഗ്രോത്ത് ഒരു സൈഡിലേക്കും നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്ഷനിൽ ഷേവ് ചെയ്യുകയാണെങ്കിലും ഡിസ്കളറേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെ കുറയ്ക്കാമെന്ന് വെച്ചാൽ, ഒന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു റോൾ ഓൺ യൂസ് ചെയ്യുക. പെർഫ്യൂം ഡയറക്റ്റ് യൂസ് ചെയ്യാതിരിക്കുക, ഒരു റോൾ ഓൺ യൂസ് ചെയ്യുക. അപ്പോൾ അതിന് വിഷ് കെയർ പോലെയുള്ള, വിഷ് കെയർ മാത്രമല്ല, ഇപ്പോൾ പ്ലമ്മിനുണ്ട്, അല്ലെങ്കിൽ ബോഡി വൈസിനുണ്ട്, ഇപ്പോൾ ഏർത്ത് ഋതത്തിനുണ്ട്. അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ ബ്രാൻഡും ഇപ്പോൾ അങ്ങനെ ലാക്റ്റിക് ആസിഡും അല്ലെങ്കിൽ സാലിസിലിക് ആസിഡും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള റോൾ ഓൺസ് ഇറക്കുന്നുണ്ട്. ആ റോൾ ഓൺസ് യൂസ് ചെയ്യാം. അപ്പോൾ അത് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള ഒരു എക്സ്ഫോളിയേറ്റിംഗ് ഏജൻറ്റ് കൂടിയാണ്. ഇതാണ് ആക്ച്വലി ഞാൻ യൂസ് ചെയ്യുന്ന റോൾ ഓൺ ഡിയോ ആയിട്ടുള്ളത്. ഇത് ഒരു അണ്ടർ ആം റോൾ ഓൺ സിറമാണ്, വിഷ് കെയർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ. ഇതിൻ്റെ അകത്ത് 5% AHA ഉണ്ട്, 3% കോജിക് ആസിഡ് ഉണ്ട്, ഹൈലറോണിക് ആസിഡ് ഉണ്ട്, ലിക്വറൈസ് ഉണ്ട്, സിക്കായ ഉണ്ട്. അപ്പോൾ വലിയ ഇറിറ്റേഷൻസ് ഒന്നും ഉണ്ടാക്കില്ല. അതുപോലെ തന്നെ ഒരു ബ്രൈറ്റനിങ് എഫക്റ്റ് തരും, ബിക്കോസ് കോജിക് ആസിഡിൻ്റെ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട്. അതുപോലെ തന്നെ എക്സ്ഫോളിയേഷൻ നടക്കുകയും ചെയ്യും, ലാക്റ്റിക് ആസിഡിൻ്റെ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇങ്ങനത്തെ റോൾ ഓൺ സിറംസ് എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഏതെങ്കിലും അതൊന്ന് യൂസ് ചെയ്ത് നോക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ പറഞ്ഞ പോലെ ബോഡി ഹെയർ ഏത് സൈഡിലേക്കാണോ ആ സൈഡിലേക്ക് മാത്രം ഷേവ് ചെയ്യാൻ നോക്കുക. പിന്നെ അതുപോലെ ചെയ്യേണ്ട കാര്യം, ഷേവ് ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിലും ഒരുപാട് നേരം അവിടെ മോയ്സ്ചർ കണ്ടൻറ്റ് തങ്ങി നിൽക്കാതിരിക്കാൻ നോക്കുക. ആ ഒരു ടൈമിൽ നന്നായിട്ട് വാഷ് ചെയ്ത് അത് നന്നായിട്ട് എന്താ പറയുക, ഒരു ടവൽ വെച്ചിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഹോം റെമഡീസിൽ പല ആൾക്കാരും അണ്ടർ ആം ലൈറ്റനിങ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പാക്കുകൾ പറയും, അതായത് അണ്ടർ ആമിൽ തേച്ചിട്ട് വെക്കുക എന്നുള്ളത്. അത് ആക്ച്വലി ഭയങ്കര, നമുക്ക് അത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒന്ന് പാക്ക് തേച്ച് നമ്മൾ കുറേ നേരം ഇങ്ങനെ കൈ ഒക്കെ പൊക്കി പിടിച്ച് നിൽക്കണം അതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ടൊക്കെ. ആൻഡ് അതുകൊണ്ട് വേറെ വലിയ ഇതൊന്നും ചെയ്യില്ല, ബിക്കോസ് ആ ഏരിയ ഭയങ്കര തിക്കനാണ്, ആ സ്കിൻ ഭയങ്കര കുറച്ചും കൂടെ തിക്കാണ്. അപ്പോൾ ഇൻഗ്രോൺ ഹെയർസും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടാവില്ല. ഈ സ്വെറ്റ് ഗ്ലാൻസ് ഉണ്ടാവുന്നതെന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിലാണ്, ഈ പുറത്ത് കാണുന്ന സ്കിന്നിൻ്റെ തൊട്ട് ഉള്ളിലാണ് ഈ സ്വെറ്റ് ഗ്ലാൻസ് എന്ന് പറഞ്ഞ ഗ്ലാൻസ് ഉണ്ടാവുക. ഇനി ഇതൊന്നും അല്ലാത്ത സ്കിന്നിന് അണ്ടർ ആമിന് ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ വേണം, ഹെയർ റിഡക്ഷൻ ഒക്കെ ആയിട്ടെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും ബെറ്റർ ലേസറാണ്. ലേസർ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണ്. ബിക്കോസ് ലേസർ ട്രീറ്റ്മെൻറ്റ് ഒരിക്കലും ഹെയർ റിമൂവൽ മെത്തേഡല്ല, ഹെയർ റിഡക്ഷൻ മെത്തേഡാണ്. അതായത് നമ്മളുടെ ഹെയർ കുറേ സെഷൻസ് ഒക്കെ എടുക്കുമ്പോൾ, ഒരു 6 സെഷനൊക്കെ കഴിയുമ്പോൾ ഹെയറിൻ്റെ തിക്നെസ് കുറയും. ഭയങ്കര ലൈറ്റായ ഹെയർസ് ആയിരിക്കും പിന്നെ ഉണ്ടാവുക. എന്നാലും ആ ഹെയർ ഉണ്ടാവും, പക്ഷെ അത് നമുക്ക് അങ്ങനെ റിമൂവ് ചെയ്യേണ്ട, അല്ലെങ്കിൽ അത് ഭയങ്കര ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. കട്ടിയുള്ള ഹെയർസ് ആയിരിക്കില്ല. അപ്പോൾ അതാണ് ഏറ്റവും ബെറ്ററായ ഹെയർ റിഡക്ഷൻ മെത്തേഡ്. അപ്പോൾ ഇനി പറയാനുള്ളത് നമ്മളുടെ ബിക്കിനി ഏരിയയിലും ഇന്നർ തൈസിലും ഉള്ള ഡിസ്കളറേഷനെ പറ്റിയാണ്. ഒരുപാട് പേര് എനിക്ക് ആക്ച്വലി മെസ്സേജൊക്കെ അയച്ച് പറയാറുണ്ട്, ചേച്ചി എൻ്റെ കല്യാണം ആവാറായി, അല്ലെങ്കിൽ ബോഡിയിൽ അങ്ങനത്തെ ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്,
അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല, അത് കാരണം കോൺഫിഡൻസ് ഇല്ല, അങ്ങനെയൊക്കെ. ബോഡി തമ്മിൽ റബ്ബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫ്രിക്ഷൻ കൊണ്ടും ടൈറ്റായിട്ടുള്ള ഡ്രസ്സ് ഇടുന്നത് കൊണ്ടും ഒക്കെ ഈ പറയുന്ന പോലെ ഡിസ്കളറേഷൻ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമുക്ക് 1 or 2 വീക്ക്ലി ഒരു എക്സ്ഫോളിയേഷൻ ക്രീംസ്, അതായത് ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ ക്രീംസ് നമുക്ക് അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത് ഇന്നർ തൈസിൽ അവിടെ നല്ല തിക്കനിങ് ആണെങ്കിൽ, അതുപോലെ തന്നെ ഭയങ്കര ഡാർക്കനിങ് ആണെങ്കിൽ, ഇതൊക്കെ ആക്ച്വലി ഉണ്ടാവുന്നത് ഒന്നുകിൽ ചിലപ്പോൾ ഹോർമോണൽ ഇഷ്യൂസ് ആയിരിക്കും. PCOD പോലെയുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. അതായത് നമ്മളുടെ ഇന്നർ തൈസിൽ, നമ്മളുടെ അണ്ടർ ആംസിൽ, അല്ലെങ്കിൽ നമ്മളുടെ നെക്കിൻ്റെ ഈ ഫോൾഡിൽ, അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഡാർക്കനിങ് ഉണ്ടാവാം ഈ PCOD പോലെയുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ. അതുപോലെയുള്ള പിന്നെ ഉള്ള ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അസാന്തോസിസ് നിഗ്രിക്കൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഹോർമോണൽ ഇഷ്യൂയും കൂടി ഉണ്ട്. അതുണ്ടായാലും ഇതേ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ആ ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ആദ്യം ട്രീറ്റ് ചെയ്യാൻ നോക്കണം. അപ്പോൾ അത് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് ഇന്നർ തൈസിൽ ഗ്ലൈക്കോളിക് ആസിഡ് ക്രീംസ് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മൈൽഡായിട്ടുള്ള ലാക്റ്റിക് ആസിഡ് ഉള്ള ബോഡി വാഷസും മോയ്സ്ചറൈസേഴ്സും യൂസ് ചെയ്യാവുന്നതാണ്. ടൈറ്റ് ആയിട്ടുള്ള ക്ലോത്ത്സ് യൂസ് ചെയ്യാതിരിക്കുക, അതായത് കുറച്ച് ലൂസായിട്ടുള്ള കോട്ടൺ ക്ലോത്ത്സ് യൂസ് ചെയ്യുക. പിന്നെ എപ്പോഴും ഈ ജീൻസിൻ്റെ ഒക്കെ ക്രോച്ച് ഏരിയ ഇല്ലേ, ആ ക്രോച്ച് ഏരിയ എന്ന് പറയുന്നത് കറക്റ്റ് നമ്മളുടെ ആ ബിക്നി ഏരിയയിൽ അതിലേക്ക് കയറിയിരിക്കുന്ന ഒരു പാർട്ടാണ്. അപ്പോൾ ക്രോച്ച് ഏരിയ എപ്പോഴും അത്ര ടൈറ്റ് ആവാതിരിക്കുന്നത് നോക്കണം. ബിക്കോസ് അത്രയും ബ്രീതിങ് സ്പേസും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഇൻഫെക്ഷനോ ഫ്രിക്ഷനോ ഒക്കെ കാരണം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കുകയുള്ളൂ. ഇനി അടുത്ത പറയാനുള്ള കാര്യമാണ് നമ്മളുടെ ബിക്നി ഏരിയ, അതായത് വൾവൽ ഏരിയ എന്ന് പറയും. നമ്മൾ നോർമലി പറയുക ആ പാർട്ടിൻ്റെ വജൈന എന്നാണ് പറയുക. പക്ഷേ വജൈന എന്ന് പറയുന്നത് ശരിക്കും ആ ഓപ്പണിംഗ് ആണ്. അപ്പോൾ ഓപ്പണിംഗ് അല്ലാത്ത ബാക്കിയുള്ള ഏരിയാസിനെല്ലാം വൾവ എന്നാണ് പറയുക. അപ്പോൾ വൾവ ഏരിയയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് നോർമലി നമ്മളുടെ കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള എല്ലാ ബോഡി പാർട്സിനെ വെച്ചിട്ട് അത് കുറച്ച് ഡാർക്ക് ആയിരിക്കും. അതായത് നമ്മൾ നോർമലി പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ പ്യൂബേർട്ടി ഹിറ്റ് ചെയ്യുന്ന ഒരു ടൈം അനുസരിച്ചിട്ട് അത് കഴിയുമ്പോൾ മുതൽ ഈ ഒരു പാർട്ടും അതുപോലെ നിപ്പിൾ ഏരിയയും ഇത് രണ്ടും ഡാർക്കനായി വരാനുള്ള ചാൻസ് ഉണ്ട്. അത് ഭയങ്കര നോർമലാണ്, അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അല്ലാതെ നമ്മൾ നോർമലി എന്താ പറയുക, ഈ പോണോഗ്രാഫിയിലൊക്കെ കാണുന്ന പോലത്തെ ബോഡി വേണം, അതുപോലത്തെ പ്രൈവറ്റ് ഏരിയാസ് വേണം എന്ന് പറയുന്നത് സത്യത്തിൽ അത് അത്ര റിയലിസ്റ്റിക് ആയ ഒരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഭയങ്കര ക്വൈറ്റ് നോർമലാണ്. പിന്നെ ഈ പറയുന്ന പോലെ അത്രയ്ക്കും അത് അതിനെ അലട്ടുന്നുണ്ടെങ്കിൽ ആകെ ചെയ്യാൻ പറ്റുന്ന, അതിനെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അവിടെ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതായത് ആ ഒരു വൾവർ ഏരിയയിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. അതിന് ഇമോളിൻ പോലെയുള്ള മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യാം. വെനൂസിയ ഡേം എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോയ്സ്ചറൈസർ ഉണ്ട്, അത് യൂസ് ചെയ്യാം. ഇമോഡേം എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോയ്സ്ചറൈസർ ഉണ്ട്, അത് യൂസ് ചെയ്യാം. ഈ മോയ്സ്ചറൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ അവിടെ ഒരിക്കലും വേറെ എന്തെങ്കിലും പെർഫ്യൂംസോ അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള കാര്യങ്ങളും അവിടെ യൂസ് ചെയ്യരുത്. ഓൾസോ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള വാഷസ് അവിടെ യൂസ് ചെയ്യണോ, ഇൻറ്റിമേറ്റ് ഏരിയയിൽ യൂസ് ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂസ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടതില്ല. നമ്മളുടെ നോർമൽ ബോഡി വാഷസ് ഒക്കെ വെച്ചിട്ട് തന്നെ അത് ക്ലീൻ ചെയ്താൽ മതി. ഹാർഷായിട്ടുള്ള സോപ്പ് ഒരിക്കലും ആ ഒരു പ്രൈവറ്റ് ഏരിയയിൽ, വൾവർ ഏരിയയിൽ യൂസ് ചെയ്യാതിരിക്കുക. ഹാർഷായിട്ടുള്ള സോപ്പ് യൂസ് ചെയ്യരുത്. അവിടെ ഷേവ് ചെയ്യുമ്പോൾ ഒക്കെ, അതായത് ആ ബിക്കിനി ഏരിയയിലൊക്കെ ഷേവ് ചെയ്തെങ്കിലേ പറ്റുള്ളൂ അങ്ങനെ നിർബന്ധമുള്ള ആൾക്കാർക്കാണെങ്കിൽ ഈ പറയുന്ന പോലെ ഹെയർ ഗ്രോത്ത് ഉള്ള സൈഡിലേക്ക് ഷേവ് ചെയ്യാൻ നോക്കുക. റിവേഴ്സ് ഷേവിങ് ഒരിക്കലും ചെയ്യരുത്, ബംസ് വരാൻ ചാൻസ് ഉണ്ട്. ഓൾസോ അവിടുത്തെ ഹെയർ കട്ടായി കഴിഞ്ഞിട്ട് ഇൻഗ്രോൺ ഹെയർസ് ആയിട്ട് അത് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് ഏരിയയിലേക്കാണോ ഹെയർ ഗ്രോത്ത് ഉള്ളത് ആ ഏരിയയിലേക്ക് മാത്രം ഷേവ് ചെയ്യുക. പിന്നെ ചെയ്യുന്നത് ആക്ച്വലി ഷേവിങ് അത്ര പ്രിഫറബിൾ അല്ല ആ ഒരു ഏരിയയിൽ. ഒന്നുകിൽ സിസേഴ്സ് വെച്ച് ജസ്റ്റ് കട്ട് ചെയ്യുക, ട്രിം ചെയ്യുക. നോർമലി കിട്ടുന്ന ട്രിമ്മേഴ്സ് വെച്ചും ട്രിം ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ഒരിക്കലും വാക്സ് ചെയ്യുന്നൊരു പരിപാടി അവിടെ ചെയ്യരുത്. വാക്സ് ചെയ്യുന്നത് നന്നായിട്ട് ദോഷം ചെയ്യും, ഇറിറ്റേഷൻ ഉണ്ടാക്കും, ഇൻഫെക്ഷൻ ഉണ്ടാക്കും, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ഹെയർ റിമൂവൽ ക്രീംസും അവിടെ യൂസ് ചെയ്യുന്നത് ഒട്ടും സേഫ് അല്ല. അത് കൂടുതൽ ഡാർക്കനിങ് ആണ് ഉണ്ടാക്കുക. ഇത്ര കാര്യങ്ങൾ ആക്ച്വലി നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവിടെ ഒരു തരത്തിലും ഒരു പെർഫ്യൂംസോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും യൂസ് ചെയ്യാൻ പാടില്ല. വാക്സിങ് യൂസ് ചെയ്യാൻ പാടില്ല. ഹെയർ റിമൂവൽ ക്രീംസ് യൂസ് ചെയ്യാൻ പാടില്ല. ഷേവ് ചെയ്യണം നിർബന്ധമുള്ളവരാണെങ്കിൽ ഷേവ് ചെയ്യാൻ സിസേഴ്സോ ട്രിമ്മേഴ്സോ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഹെയർ ഏത് ഏരിയയിലേക്കാണോ വളരുന്നത് ആ ഏരിയയിലേക്ക് മാത്രം ഷേവ് ചെയ്യാൻ നോക്കുക. ഓൾസോ നിങ്ങൾ പാൻറ്റീസ് യൂസ് ചെയ്യുമ്പോൾ നൈലോൺ അല്ലെങ്കിൽ സിന്തറ്റിക് ഫാബ്രിക്കിലുള്ള പാൻറ്റീസ് യൂസ് ചെയ്യാതെ കോട്ടൺ പാൻറ്റീസ് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. അതാണ് കുറച്ചും കൂടി ബ്രീത്തബിൾ ആയിരിക്കുക, കുറച്ചും കൂടി എന്താ പറയുക ഇൻഫെക്ഷൻസ് ഒന്നും വരാതിരിക്കുക. ഓൾസോ പ്രൈവറ്റ് ഏരിയയിലെ ബോഡി ഓർഡറൊക്കെ കൺട്രോൾ ചെയ്യാൻ ഒക്കെ ആയിട്ട് അതാണ് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ലവ് യു.